ആദി, നീയോ? നീ ഇവിടെ? അതും കൊള്ളാം. പിന്നെ എൻ്റെ ഇച്ചായൻ്റെ കെട്ട് നടക്കുമ്പോൾ പിന്നെ ഞാൻ എവിടെ പോകണ്ടേ? ഇവിടെ അല്ലേ കാണണ്ടേ? എന്തുവാടാ? അല്ല, അപ്പം ശ്രീത് നിന്റെ? ആടാ, അവൻ്റെ ബ്രദറാ. അല്ല, നിന്നെ കണ്ടിട്ട് ഇപ്പം എത്ര വർഷമായി? കോളേജ് കഴിഞ്ഞിട്ട് ഒരു കോണ്ടാക്റ്റ് പോലും ഇല്ല. അത് വേറൊന്നും അല്ലടാ, ഞാൻ പിന്നെ അമ്മാവൻ്റെ കൂടെ പുറത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. പിന്നെ നിനക്ക് സുഖമില്ലേ? നീ ആളാകെ മാറിപ്പോയല്ലേ? ഓ, എന്തു മാറാനേ, ഇത്തിരി ഗ്ലാമർ ആയെന്നുള്ളു. അല്ല, നീ ഇവിടെ? അത് പിന്നെ അത് നന്ദ. ഓ, നന്ദേച്ചിയുടെ ഫ്രണ്ടാ? നീ നന്ദേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നേ? നന്ദയുടെ ഫ്രണ്ട് ആണോ? അതെന്തായാലും കൊള്ളാലോ. എന്നിട്ട് പിന്നെ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ബാ, നമുക്ക് അവരെ അടുത്തോട്ട് പോകാം. ഏയ്, അത് വേണ്ട. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നീ വിളിച്ച്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ പൊന്നു മോനെ. നിനക്ക് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കയ്യിലൊന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോഴൊന്നും പോവാന്ന് നീ വിചാരിക്കണം. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ ഇങ്ങോട്ട്. നന്ദേച്ചി, ഇതാരാന്ന് നോക്കേ. ആദി. കൺഗ്രാറ്റ്സ് നന്ദ ബ്രോ, കൺഗ്രാറ്റ്സ്. ഡാ ഇച്ചായ, പണ്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സീനിയർ ചേട്ടൻ ആദിത്യൻ, അതാ കക്ഷി. ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നന്ദ ചേച്ചിയുടെ ഫ്രണ്ടുവാ. ഹാ ശ്രീതു, എനിക്ക് ഓർമ്മയുണ്ട്. ആദിത്യൻ, ആദി അല്ലേ? തൻ്റെ കോണ്ടാക്റ്റില്ലെന്ന് പറഞ്ഞ് ഇവള് കുറേ കിടന്ന് തപ്പുന്ന കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പം നേരിട്ട് കണ്ടല്ലോ. ഇനിയിപ്പം നിങ്ങൾ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പതുക്കനെയൊക്കെ പോയാൽ മതിയെന്നേ. അതെന്തായാലും അത്രേ ഉള്ളു. അവനാണെങ്കിൽ തിരക്കാന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിന്നതാ. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും പതുക്കനെയൊക്കെ പോയാൽ മതി മോൻ. അല്ല, അത് പിന്നെ എനിക്ക് പോയിട്ട് ആദി, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാടാ. ആദി, താൻ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ തന്നെ എവിടെയൊക്കെ നോക്കിയിടോ. അത് ഞാൻ ചുമ്മാ അവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. പിന്നെ ഉറക്കവും വന്നില്ല. അപ്പം വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ വന്നിരിക്കാന്ന്. താൻ കിടക്കാറായില്ലേ? എന്താ അവിടെ? താഴത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പക്ഷെ കിടക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് വെച്ച് വന്നയാടോ. ശ്രീതു എപ്പോഴും പറയായിരുന്നു അവളുടെ സീനിയർ ചേട്ടൻ ആദിന്ന്. പക്ഷെ അയാൾ തന്നെ എൻ്റെ നന്ദയുടെയും ഫ്രണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. ആദി, തനിക്ക് നല്ല വിഷമം കാണുമെന്ന് എനിക്കറിയാം. നന്ദ തന്നെക്കുറിച്ചെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാനിപ്പം തന്നെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത്? ആദിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? പിന്നെ നന്ദ ഇതുവരെ തന്നോട് നല്ല പോലെ ഒന്ന് സംസാരിച്ച പോലുമില്ല. അതിനെന്താ എനിക്ക് ദേഷ്യമാവില്ലേ അവളോട്? ദേഷ്യമോ? എന്തിന്? എതുക്കാകെ? അവ സന്തോഷമായിട്ട് മട്ടും ഇരുന്നാൽ പോതും എനിക്ക്. പിന്നെ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത്രയും നാളും അവളുടെ നല്ലൊരു സുഹൃത്താണ് ഞാനെന്ന്. പക്ഷെ അത് തെറ്റാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവളുടെ വിവാഹകാര്യം പോലും മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവൾക്ക് ഒരു വാക്കിൻ്റെ അടുത്ത് പറയായിരുന്നു.
ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോട്ടെ. അതിന് താൻ നന്ദയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ തന്നെ ഇവിടെ വന്നതിന് ശേഷം അവളുടെ വിവാഹം ഇവിടെ നടക്കാൻ പോണേന്നറിഞ്ഞ്. ജിത്തു, അതേടോ നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നെ സ്റ്റെല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു, തൻ്റെ അടുത്തൊരു സോറി പറഞ്ഞേക്കാൻ പറഞ്ഞ്. അവൾ കാരണമാണല്ലോ താനിപ്പം. അവൾ പറഞ്ഞില്ലടോ, നന്ദയെ ഇവിടെ കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ വിവാഹം നടക്കാൻ. ശരിക്കും താനും നന്ദയും തമ്മിലുള്ള പ്രശ്നം എന്തുമായിരുന്നു? നമ്മൾ തമ്മിൽ റിലേഷനിലായിട്ട് 3 വർഷമായി. എന്നിട്ട് പോലും ഒരു വട്ടം പോലും നിനക്ക് തോന്നിയില്ലല്ലോടാ അത് ഞാൻ എൻ്റെ സ്നേഹം ഇതൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതായിരുന്നത് നീ ഇപ്പോൾ ഇത്രയും നാളും എന്നെ. എന്താ തെറ്റുപറ്റിപ്പോയി, ശരിയാ. പക്ഷെ നമ്മൾ എന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ. പിന്നെന്താ മോളെ നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ച? ശരിയാ ജിത്തു, നീ പറഞ്ഞത് ശരിയാ. നമ്മളൊന്നിച്ചുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടവരാ നമ്മൾ. എനിക്ക് നീ ഇല്ലാതെ നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് അറിയാം എന്ന് പറഞ്ഞ് തനിക്ക് പിടിച്ചു വാങ്ങാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ ആഴം കൂടുതലാണ് ജിത്തു എൻ്റെ മനസ്സിനേറ്റ മുറിവിന്. എൻ്റെ പ്രണയം, നിന്നോടുള്ള എൻ്റെ ഇഷ്ടം, സ്നേഹം എല്ലാത്തിനെയും നീ സംശയത്തോടുകൂടി നോക്കിയില്ലേ ജിത്തു? അവിടെ തീർന്ന്, അവിടെ അവസാനിച്ചല്ല. നന്ദ, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ സമ്മതിക്കുന്നു എന്നും പറഞ്ഞ് വേണ്ടെന്ന് വെക്കാനും വേണ്ടി മാത്രമേ ഉള്ളൂടി ഞാൻ നിനക്ക്. നന്ദ, അത്രേ ഉള്ളൂ. ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നീ എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ ജിത്തു? അപ്പം നീ എന്നെ കുറിച്ച് ആലോചിച്ചോ? ഇല്ലല്ലേ? നീ അതിനെക്കുറിച്ചൊരു വാക്കെങ്കിലും നീ എൻ്റെ അടുത്ത് ചോദിച്ചോ ജിത്തു? എന്തൊക്കെയോ സങ്കല്പിച്ച് കൂട്ടിയിട്ട് അവസാനം. ശരിയാ, ഞാനതിനെക്കുറിച്ച് നിൻ്റെ അടുത്ത് ചോദിച്ചില്ല. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് തന്നെ. പക്ഷെ നിന്നെ അയാളെ അവിടെ കണ്ടപ്പോൾ ഞാൻ പ്രണവിനോട് ചോദിച്ചതാ. അയാൾ പറയുകയും ചെയ്തു നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെൻ്റ് ആണെന്ന്. ആ അവസ്ഥയിൽ എനിക്ക് മറ്റൊന്നിനും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായില്ല നന്ദ. അതാ ജിത്തു, അതാ ഞാനും നിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഒരാളങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചോടാ? ഇല്ലല്ലോ. പകരം നീ എന്താ ചെയ്തേ? എന്നാ നീ കേട്ടു, നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. അവർക്ക് നിന്നെ സൺഡേ പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞു. അതായിരുന്നു എൻ്റെ സർപ്രൈസ്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് നന്ദിനെ കാണാൻ തന്നെ പോയത്. ആദ്യത്തെ ദിവസം അവൾ വന്നില്ല. അവിടെ വെച്ച് പ്രണവിനെ കണ്ടു, സംസാരിച്ച്. നന്ദിനിക്ക് പ്രണവിനെ ഇഷ്ടമാണ്. അത് തുറന്നു പറയാനുള്ള മടി കാരണം അവൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് പോയത്. അതാ അന്ന്. നന്ദ, അപ്പൊ പ്രണവ് എന്നോട് പറഞ്ഞതോ നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്ന്? എൻ്റെ ജിത്തു, അവന് നിന്നെ മുന്നേ അറിയാടാ. നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്, നിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറഞ്ഞതാണ് അവനത്. പക്ഷെ നീയോ അതും കേട്ട് വിശ്വസിച്ചിട്ട്. ഇതെല്ലാം അവൻ എന്നോട് പറയുന്നത് ഇപ്പോൾ 2 ദിവസം മുന്നേ. ഇതായിരുന്നു നിന്റെ മനസ്സിലെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ ജിത്തു. അറിഞ്ഞിരുന്നെങ്കിൽ. ഇതാണോ നന്ദ തമാശ? നിന്റെ ഫ്രണ്ട്സിന്റെ തമാശ ഇതാണ്, മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത്. എന്നിട്ടിപ്പോൾ ആർക്കാ നഷ്ടം ഉണ്ടായത്? നീ എന്തിനാ ജിത്തു അവരെ പഴിചാരുന്നേ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒരു വാക്കെങ്കിലും ചോദിച്ചേനെ ജിത്തു. നന്ദ, എന്ത് തന്നെയായാലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ് നന്ദ. നീ എന്നോട് ക്ഷമിക്കണേടി പ്ലീസ്. എനിക്ക് നിൻ്റെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ലടി.
ആ സമയം അയാളുടെ വായിന്ന് അങ്ങനെ കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി നന്ദ. ഇല്ല ജിത്തു, നീ ഒരു നിമിഷമെങ്കിലും എന്നെ സംശയത്തോടെ നോക്കിയില്ലേ? എൻ്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസക്കുറവ് തോന്നിയില്ലേ ജിത്തു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അവിടെ കഴിഞ്ഞു ജിത്തു. ഇനി നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. നമുക്കെല്ലാം ഇവിടെ വെച്ച് നിർത്താം. പിന്നെ എനിക്ക് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അത് നിന്നെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയതിൻ്റെ പ്രതിഫലമായിട്ട് ഞാൻ കരുതിക്കൊള്ളാം ജിത്തു. നന്ദ മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കറിയാം എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് നീ ഇതൊക്കെ പറയുന്നതെന്ന്. നിനക്ക് എന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല നന്ദ. ഞാൻ ഇപ്പൊ എന്തായാലും പോവാ. നീ എന്നെ തിരിച്ചു വിളിക്കുന്നതും കാത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുന്നെന്താ. അന്ന് എന്നോട് പിണങ്ങിപ്പോയതാ അവള്. ഞാൻ അവളെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവസാനം ഒരു മാർഗ്ഗമില്ലാന്നിട്ട് മറ്റൊരു പെൺകുട്ടിയായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വരെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പോലും അവളെന്നെ ഒന്ന് മനസ്സിലാക്കാനോ എൻ്റെ അടുത്ത് സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. അവളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും അവളെ തെറ്റു പറയാനും പറ്റത്തില്ല. അവളുടെ സമ്മതമില്ലാതെ അവളെ ഞാൻ എൻ്റേതാക്കിയതിലല്ല അവൾക്ക് വിഷമം. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ അവൾ എടുത്തേനെ. പക്ഷെ അവൾക്ക് എന്നോടുള്ള സ്നേഹത്തെ, അവളുടെ പ്രണയത്തെ ഞാൻ ഒരു നിമിഷമെങ്കിലും സംശയത്തോടെ നോക്കിയില്ലേ. അതാ അവൾക്ക് സഹിക്കാൻ കഴിയാതെ. എന്തൊക്കെ പറഞ്ഞിട്ടും നന്ദ എൻ്റെ അടുത്ത് സംസാരിക്കാനേ കൂട്ടാക്കിയില്ല. അവൾ വന്നില്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവളും ചിന്തിച്ച് കാണും, അവൾ കാരണം ഇനി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിക്കേണ്ടതാണ്. ആ പേടിയിലാവും, ആ പാവം. എന്നാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവിടെ വന്നു. എന്നിട്ട് നന്ദ എപ്പടി നന്ദ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ വരുമെന്ന്. നിനക്ക് ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? നിന്റെ മൗനത്തിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടിയതെന്താ? എങ്കിലും ഞാനൊരു കാര്യം നിൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയ അത് കാണുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയുമെന്നെന്താ? നീ അപ്പം എന്നെ അത്രമാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. നിനക്ക് ഞാൻ ആരുമല്ലാതായി തീർന്നത് എന്നു മുതലാടി. ശരിയാ, എൻ്റെ വാദ തെറ്റ് കാരണമാണ് നീ എന്നും പറഞ്ഞു ഒരു മനുഷ്യന് ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാവുന്നെന്താ? ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാൻ നന്ദ. നാളെ എൻ്റെ വിവാഹമാണ്. അത് കാണാൻ നീ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്തായാലും വന്നതീ സന്തോഷം. ജിത്തു, ജിത്തു, എനിക്ക് നീയില്ല പറ്റത്തില്ലടാ. നിനക്ക് എങ്ങനെ തോന്നി ജിത്തു എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ പെണ്ണിന്? നന്ദ മോളെ, കരയല്ലേടാ. എനിക്ക് നിന്നോട് ദേഷ്യമല്ലായിരുന്നു ജിത്തു, എനിക്ക് വിഷമമായിരുന്നു. സഹിക്കാൻ പറ്റിയില്ലടാ. ഞാൻ നിന്നെ ഒരു കളങ്കമില്ലാതെ ജിത്തു സ്നേഹിച്ച്, പക്ഷെ അത് തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോടാ. നന്ദ മതി മോളെ, ഇങ്ങനെ കിടന്ന് കരയല്ലേടി. ജിത്തു,
ഞാൻ വൈകിപ്പോയെന്നറിയാം. എന്നാലും എനിക്ക് നീ ഇല്ലാണ്ട് പറ്റത്തില്ലടാ. നിനക്ക് തോന്നുന്നുണ്ടോ എന്താ എനിക്ക് നീ ഇല്ലാതെ പറ്റുമെന്ന്? നീ എൻ്റെ ജീവനാടി. നിന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റൂടി. അപ്പം നാളെ നിന്റെ വിവാഹം? ആ, നാളെ എൻ്റെ വിവാഹമാണ്. പക്ഷെ പെണ്ണെൻ്റെ ഈ നന്ദയാ. ചിത്തു, ഞാൻ വന്നില്ലായിരുന്നെങ്കിലോടാ. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ പൊക്കിക്കൊണ്ട് പോരുന്നേനെ. ഐ ലവ് യു ഡി. ഐ മിസ് യു സോ മച്ച്. உங்க காதல் அவ்வளோ സത്യമാനത് ജിത്തു. അതിനാലതാ എല്ലാ തെറ്റിദ്ധാരണയും മാറിയിട്ട് അവളെ തനിക്ക് തിരിച്ചു കിട്ടിയത്. ആദി, നിനക്ക് നന്ദേ ஆமாண்டா, எனக்கு அவளை ரொம்ப ரொம்ப பிடிக்கும்டா. இப்போ கூட தான் இங்கே വലിക്കുതടാ. ആന, നീ പേടിക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ കുറുക്കിന് വരത്തില്ല. എനിക്ക് അവളുടെ സന്തോഷം അജിത്തു വലുത്. അവ സന്തോഷമായിരുന്ന പോതുണ്ടാ എനിക്ക് വേറെ ഒന്നുമേ വേണം. ആദി, മുടിയലടാ എന്നാല്. ആനാലും പരവായില്ല, പതിയെ പതിയെ ഇത് ശീലമായിക്കോളും. അവ പലവട്ടം എങ്കിട്ട് ചൊല്ലിട്ടതായിരുന്ന അവക്കെന്നെ പിടിക്കലേന്ന്. ആനാ ഞാൻ താ അവ പിന്നാടി. ജിത്തു, സോറിടാ. ഷേ ആദി, താനിങ്ങനെ സങ്കടപ്പെടാണോ? നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ നോക്കി. ആദി, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലടി, എനിക്ക് പസിക്കല. ആദി, എനിക്ക് നിന്നോട്. ഹേയ്, എന്നടി നന്ദാ, എതുക്കാക നീ இந்த மாதிரி? സന്തോഷമായിരി. നീ അഴക്കൂടാതടി. നീ കരഞ്ഞാൽ അതെനിക്ക് പിടിക്കലടി. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലാണ്ട് വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച്. ഹേ ജിത്തു, ഇവളെ കൂട്ടിയിട്ട് പോടാ. വെറുതെ ഇവിടെ നിന്ന് സെൻറ്റി അടിച്ച് ബാക്കിയുള്ളവരെ കൂടി ഇനി വിഷമിപ്പിക്കാൻ. ആദി, നീ ശരിക്കും ഓക്കെ അല്ലേടാ? എനിക്കെന്തോ ആണെന്താ, ഞാൻ ഓക്കെ ആടാ. നീ ആവശ്യമില്ലാതെ വിഷമിക്കാണ്ടിരിക്കേ. എന്താ ജിത്തു നിന്നെ കഥ നിൽക്കുന്നുണ്ടോ? നീ ചെല്ല്, ഇപ്പം തന്നെ ടൈം ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അശ്ശേ, ഇത്ര സ്ട്രോങ്ങും സ്മാർട്ടുമായ ഈ ആദിത്യൻ കരയുന്നു. അശ്ശേ, നാണക്കേട്. ആദി, നിനക്ക് നന്ദേച്ചിയെ അത്രയ്ക്കിഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നോന്നല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. അവളെൻ്റെ അല്ലേലും. ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്താ ആദ്യ കാര്യം? ചേച്ചീനെ നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പം സ്നേഹിക്കാൻ ഒരാളാ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും സിംഗിളാടാ. നമുക്കൊന്ന് നോക്കിയാലോ? ഒന്ന് പോടി അവിടെ. നീ അത് ഇതുവരെ വിട്ടില്ല. പിന്നെ വീടാനോ? എനിക്ക് ആദ്യമായിട്ട് ക്രഷ് അടിച്ച ആളല്ലേ. അന്ന് വന്ന് പറഞ്ഞപ്പോൾ എന്താ നീ പറഞ്ഞേ? എനിക്ക് മെച്ചൂരിറ്റി ആയിട്ടില്ലെന്ന്. ഇപ്പം താണ്ടല്ല, എനിക്ക് ആവശ്യത്തിലധികം മെച്ചൂരിറ്റി ഉണ്ട്. ഒന്ന് നോക്കിയാലോ നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞാ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞാണേ. ഇനി അതിൻ്റെ പേരിൽ മുഖം വീർപ്പിക്കണ്ട. എന്താണ് മൈ ഡിയർ വൈഫ് ഇങ്ങനെ ചിന്താവിഷ്ടയായ സീതയെ പോലെ ഇങ്ങനെ നിൽക്കുന്നത്? എന്താ പറ്റിയേ? നീ ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ടോ ജിത്തു? എന്തുവാ? നീ അവനെക്കുറിച്ചാണോ എന്താ ചിന്തിക്കുന്നത്? അവന് നല്ല വിഷമമായിട്ടുണ്ട് ജിത്തു. എനിക്കാണെങ്കിൽ അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നേരെ ജോനൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനെന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ഒരു തോന്നല എനിക്ക്. ഒരു രീതിയിലല്ല മറ്റൊരു രീതി ഞാൻ തന്നെ തെറ്റുകാരി.
ആദ്യം തന്നെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു. സ്റ്റെല്ല പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാ അവൻ്റെ അടുത്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാൻ. പക്ഷെ ഞാൻ നിന്നോടുള്ള ദേഷ്യം കാരണം ഇതിപ്പം. നീ വെറുതെ നിന്നെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാതെ എന്താ? അവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടില്ലേ? പിന്നെ മറക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും, കുറച്ച് സങ്കടവും ഉണ്ടാവും. പക്ഷെ അതെല്ലാം അവൻ മനസ്സിലായിക്കോളും. നീ വെറുതെ ഇനി അതാലോചിച്ച് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അല്ല, ഇന്ന് മൊത്തം ഇങ്ങനെ സെൻ്റ് അടിച്ചിരിക്കാൻ പോവാന്നോ? അല്ല. അപ്പോൾ പിന്നെ അടുത്തെന്താ? അടുത്തതോ? എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലപോലെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. എന്താ? എന്താ ഉറങ്ങാനോ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആടി. പോടാ, പോയി കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്ക്. പിന്നെ ഇപ്പം തന്നെ ഞാൻ നിന്നെ ഉറക്കാവേ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഈ ഡോറ് അടച്ചു വരട്ടെ. ചിത്തു, എന്താ? I love you, ഡി. I love you, ചിത്തു. ചിത്തു, എന്താ? ഡി 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 എവിടെ നോക്കിയാ നടക്കുന്നേ? ഉനക്ക് കണ്ണു തിരിയാതാ? തിരിച്ച് വരത്തില്ലെന്ന് വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണോ ഇറങ്ങി നടക്കുന്നേ ഓരോന്ന്? താനല്ലോടെ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ മേത്തടിക്കാൻ നോക്കിയത്, എന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നു. ഇതിനൊക്കെ ശരിക്കും ലൈസൻസ് ഉണ്ടോ ആവോ? ഒരു വണ്ടി പോക്കി എടുത്തോണ്ട് ഇറങ്ങിക്കോളൂ ഓരോന്ന് ഷോ കാണിക്കാൻ. നീ ആരടി എങ്കിட்ட ലൈസൻസ് ഇരിക്കാ ഇല്ലയാന്ന് എനിക്ക് ഒന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം കിടയാത്. ഇവിടെ ഇവളോ സ്പേസ് കിടന്നിട്ട് റോഡിൻ്റെ ഒത്ത നടുക്ക് കയറി നടന്നതും പോരാ, അവൾ എൻ്റെ മെക്കിട്ട് കയറാൻ വരുവാ. മരത്തലയാ, താൻ്റെ വെടിപ്പൊളി എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ താൻ തൻ്റെ കുടുംബത്തെ പോയി വിളിച്ചാൽ മതി. ഇനി ഒരു വട്ടം കൂടി എന്നെ അങ്ങനെ വിളിച്ചാണ്ടല്ലോ ഈ വൃന്ദടത്താനി കുണം താൻ കാണും. ഓ, ഇനി പ്രത്യേകിച്ച് തനിക്കുളം കാണാനൊന്നുമില്ല. ഡ്രസ്സിങ് ഒക്കെ കണ്ടാലോ പക്കാ ഡീസൻറ്റ്. ഹന വായിന്ന് വരുന്നതോ വെറും കച്ചറ. ഒന്ന് പോടി എവിടുന്ന്. എനിക്ക് മുമ്പിട്ടെ സണ്ട പോടത്തേക്ക് കൊഞ്ചം കൂടി ഇൻട്രസ്റ്റ് ഇല്ല. ഈ മരത്തല മിക്കറും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. താൻ എവിടാ പോന്നെ? അവിടെ നിൽക്ക്. മര്യാദക്ക് എനിക്ക് നഷ്ടപരിഹാരം തന്നേച്ച് നീ പോയാൽ മതി ഇവിടുന്ന്. നഷ്ടപരിഹാരോ? എതുക്കായ നീ താനേ വണ്ടിക്ക് കുറുക്ക് വന്നേ? എന്നിട്ട് അത് മാത്രമല്ല, നിന്റെ ദേഹത്ത് എവിടെയെങ്കിലും മുട്ടിയ വണ്ടി, എന്നിട്ട് നഷ്ടപരിഹാരം വേണം പോലും. ഒന്ന് പോടി.
തട്ടിയിരുന്നത് താനാണോ പറയുന്നത്? ഇവിടെ ദാണ്ട് എൻ്റെ കാലിൽ കുഞ്ഞു വിരലിൻ്റെ ആ നഖത്തിന് അവിടെ തട്ടിയായിരുന്നു തൻ്റെ വണ്ടി. മര്യാദയ്ക്ക് അതിന് പരിഹാരം കണ്ടിച്ച് പോയാൽ മതി. എന്തോന്ന് കാലിൻ്റെ നഖത്തിൽ എന്തോന്ന് ഇടി പറയുമ്പോഴേ അത്യാവശ്യം 4 പേര് വിശ്വസിക്കുന്ന രീതിയിലുള്ള കള്ളമെങ്കിലും പറ. വെറുതെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഓ പിന്നെ പൈസ തട്ടിയെടുക്കാൻ കണ്ടേച്ചാലും മതി. കണ്ടാലേ അറിയാം അർപ്പിശക്കന് നക്കിയാണെന്ന്. ഓ എൻ്റെ പൊന്ന് ചേച്ചി, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ചേച്ചി ഏത് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ചാടി വന്നേ? അതോ ഇനി വല്ല നാടും വിട്ടാ തന്നോ? തലയ്ക്ക് സുഖമില്ലാത്ത കുറേ എണ്ണ ഇറങ്ങിക്കോളും. ഇങ്ങനെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ട് പൈത്യക്കാരി. തൻ്റെ മറ്റവളാണോ പൈത്യക്കാരി? പിന്നെ നാട് വിട്ട് ഒളിച്ചു പാത്ത് നടക്കുന്നത് തൻ്റെ കെട്ടിവള്. ഞാനേ തന്നെ പോലെ അങ്ങനെ ആരുടെയും കണ്ണിപ്പെടാതിരിക്കും ഒളിച്ചും പാത്തും നടക്കുമല്ലോ കേട്ടോ. ആരടി ഒളിച്ചും പാത്തും നടക്കുന്നേ? ഞാനോ? അല്ല നീ പറ, ഈ ടൈമിൽ ഇന്ത മാതിരി ഓടിയിട്ട് മാസ്കും വെച്ച് ഇമ്മാതിരി നടക്കാൻ നിനക്ക് പൈത്യം അല്ലാണ്ട് പിന്നെ എന്തുവാ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ മാസ്ക് ഒന്ന് ഊരി മാറ്റിയിട്ട് സംസാരിക്കടി നീ. പിന്നെ താൻ പറയുമ്പോൾ ഞാൻ ഊരാൻ പോവില്ല. ഒന്ന് പോടോ അവിടുന്ന്. എനിക്കറിയാം നീ ഊരത്തില്ലെന്ന്. അതാ ഞാൻ പറഞ്ഞ് എന്തോ കള്ളത്തരം കാണിച്ചേച്ച് ഒളിച്ചും പാത്തും നടക്കുമെന്ന്. തന്നെ ഉണ്ടല്ലോ ഞാൻ. നന്ദയല്ല വൃന്ദ. താനെന്തുവാണ് എന്നെ ഇങ്ങനെ നോക്കുന്നേ? തൻ്റെ കിളിയെല്ലാം പറഞ്ഞു പോയോ? എൻ്റെ ഇനി ഈ സുന്ദരമായ ഗ്ലാമർ കണ്ടിട്ട് ഇതൊരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെ. താനെന്താണ് ഇങ്ങനെ നോക്കുന്നേ? എന്തോന്ന്? അതൊന്നുമില്ല, എവിടെയോ മുന്നേ കണ്ട പരിചയം അതാ. ഓ അങ്ങനെ. ഞാൻ തന്നെ കണ്ടിട്ടൊന്നുമില്ല ഇതിനു മുമ്പൊന്നും. ഇനി താൻ എന്നെ കണ്ടിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അല്ലെങ്കിലും അത് അവളാവാൻ സാധ്യതയില്ല. ഇതൊരു മതി വെള്ളപ്പാണ്ട് പിടിച്ചവരെ പോലെ മുഖത്ത് പോരാന്നിപ്പോൾ തലയിൽ കൂടി വെള്ളം വാരി അടിച്ചേക്കുക. എൻ്റെ നന്ദ എന്തൊരു സുന്ദരിയായിരുന്നു. ഇതൊരു മാതിരി സായിപ്പിനുണ്ടായ കണക്ക്. അതെ, എന്തേലും ഉണ്ടെങ്കിലേ എൻ്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഇതുമാതിരി മാറി ഇന്ന് ചെറുപുറത്താലേ നാട്ടുകാർ വിചാരിക്കേ തനിക്ക് ആവട്ടെന്ന്. തന്നെ പുകഴ്ത്തുവാന്ന് വിചാരിക്കരുത്. തൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയാണ്. പക്ഷേ സ്വഭാവം വെറും കച്ചറാണ്, കച്ചറ. എന്തുവാ? ഒന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ പോട്ട്. അല്ല അപ്പം എൻ്റെ കാശ്? ഒന്ന് ഓടി അവിടുന്ന്. നീ പോടാ. പെണ്ണായിപ്പോയി. ഇല്ല ഞാൻ പിന്നെ എൻ്റെ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ. മനുഷ്യനാണെങ്കിൽ പേടിച്ചിട്ട് കാലും കൈയും കൂട്ടിയിടിക്കുക. ആ മരത്തലേൻ്റെ അടുത്ത് നിന്ന് വഴക്കിട്ട സമയം കൊണ്ട് ഒരു ലിഫ്റ്റ് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നെ ഇനി ആരെയും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അയ്യോ എന്നെ കാത്തോടെ ഭഗവാനെ. ആരാ അത്? ആരാടോ അത്? ആരായാലും ഇങ്ങനെ ഒളിച്ചു നിൽക്കാതെ മുന്നോട്ട് പോയേ, മനുഷ്യനെ പേടിപ്പിക്കാതെ. താനായിരുന്നു? താനെ പേടിപ്പിച്ച് കൊല്ലുവാണോ? അത് ഇതാ എൻ്റെ സ്കാർഫ് വണ്ടിയിൽ ഉടക്കി കിടന്നതാ, അത് തരാൻ വന്നതാണ്. എന്തായാലും കൊള്ളാം. ഞാനിപ്പോൾ പേടിച്ച് ചത്തേനെ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നിന്നിങ്ങനെ അധികം കറങ്ങാണ്ട് എത്രയും പെട്ടെന്ന് വീട് പിടിക്കാൻ നോക്കുമ്പോള്. ഈ സ്ഥലം അത്ര സേഫ് അല്ല. പിന്നെ എല്ലാവരും എന്നെപ്പോലെ അത്രയ്ക്ക് ഡീസൻ്റ് ആവണമെന്നും ഇല്ല. ഞാൻ തൻ്റെ അടുത്ത് വഴക്കിട്ട് കാരണം താൻ എന്നെ ഒന്നുകൂടി പറഞ്ഞ് പേടിപ്പിക്കുകയല്ലയോ? സത്യം പറയടോ. ഞാൻ പറയുന്ന കേട്ടിട്ട് തനിക്ക് തമാശയായിട്ട് തോന്നുവാന്നോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാടോ. ഈ ഏരിയ അത്ര നല്ലതല്ല. എന്തായാലും ഇത്രയും സമയമായില്ലേ, താൻ ഒരു കാര്യം ചെയ്യ്. തൻ്റെ വീട് എവിടാന്ന് പറ, അല്ലെ എങ്ങോട്ട് പോവാന്ന് പറ, ഞാൻ കൊണ്ടാക്കാം. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. മുന്നാടി നടന്ന പ്രശ്നം മനസ്സിൽ വെച്ചിട്ടാ ഇങ്ങനെ പറയുന്നെന്നുണ്ടെങ്കിൽ അത് വിട്ടേരടോ. അത് അന്നേരത്തെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ, എവിടാന്ന് പറ, ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തന്നെ. അതല്ലടോ, സത്യം പറഞ്ഞാൽ എങ്ങോട്ടാ പോണ്ടേന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അതാണ്
ഹേ, അപ്പം ഞാൻ മുന്നാടി പറഞ്ഞ പോലെ താൻ നാട് വിട്ട് വന്നേന്നോ? അല്ലടോ, നാട് വിട്ട് വന്നതോ ഒളിച്ചോടി വന്നതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല. പിന്നെ മോളെവിടെ പോയെന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് കാത്തിരിക്കാനൊരു അമ്മയച്ഛനും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഉലകം ചുറ്റും വാലുമനെ പോലെ നടക്കുന്നു. ഓ ഡോ, സോറി ഡോ. ഞാൻ അതൊന്നും കുഴപ്പമില്ലടോ. എന്തായാലും താൻ ഇനി മുഷിയണ്ട, താൻ പോയിക്കോ. ഞാൻ എന്തേലും ചെയ്തോളാടോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ തപ്പാന്ന് എനിക്ക് കൂടാതെ. എന്തുവാടോ താൻ പറ. അത് താൻ താൻ എൻ്റെ കൂടെ പോരുന്നോ എൻ്റെ വീട്ടിൽ? ഏ എടോ, സത്യം പറയല്ലോ, വേറൊന്നുമല്ല. തന്നെ ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാക്കിച്ച് പോകാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കെന്തോ വരുന്നുണ്ടെങ്കിൽ താൻ കയറും. ഡോ, അത് പിന്നെ തനിക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ കയറിയാൽ മതി. ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഓ, വിശ്വാസം അതും തന്നെ. എന്തായാലും വിളിച്ചല്ലേ, വന്നേക്കാം. എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം? താൻ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. മര്യാദയ്ക്ക് വണ്ടി എടുക്കുന്ന ഇങ്ങോട്ട് വാ. ഇതിപ്പോൾ എന്തായാലും കൊള്ളാം. വഴി കളഞ്ഞിട്ട് പോണ്ടാന്നും വിചാരിച്ച് വിളിച്ച് കയറ്റിയപ്പോൾ എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുന്നു. അല്ലെങ്കിലും പണ്ടേ ഉള്ളതാ ഈ വഴി പോകുന്ന പണിയെല്ലാം ഞാൻ പോയി അങ്ങോട്ട് ചെന്നായിരുന്നു മേടിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് കയറും. താനിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? എന്നാച്ചി? അല്ല, ഇവിടെ വേറെ ആരെയും കണ്ടില്ല. ഞാനുണ്ടല്ലോ, തനിക്കത് പോരെ? ഓ, അത് മതിയേ, അത് തന്നെ ധാരാളം. മുകളിലെ റൈറ്റ് സൈഡിലെ റൂം താനെടുത്തു. പിന്നെ ഫ്രഷ് ആയിട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. എന്ത് നല്ല മണമാടോ. ശരിക്കും ഇതെല്ലാം താൻ ഉണ്ടാക്കിയതാണോ? മണം മാത്രമേ ഉള്ളോ അതോ വായി വെച്ച് കഴിക്കാൻ കൊള്ളാവോ? കൂടുതൽ ഡയലോഗ് അടിക്കാതെ വേണാച്ചാൽ വന്ന് സാപ്പിട്, ഇല്ലെന്നാ പോയി തൂങ്ങ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, രാവിലെ വർക്കിന് പോകാനുള്ളത്. അല്ല ആദി, ഞാൻ തൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടോ. താൻ എന്ത് ധൈര്യത്തിലാ എന്നെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയേ? ഞാൻ വല്ല കള്ളിയോ വല്ലോ ആണെങ്കിൽ തൻ്റെ വല്ലതൊക്കെ മോഷ്ടിച്ചോണ്ട് പോയാൽ എന്തോ ചെയ്യും? ഓ, അങ്ങനെ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നുള്ള പേടിയൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ എടുത്തോണ്ട് പോയിക്കോ. പിന്നെ ആ സമയത്ത് തന്നെ അങ്ങനെ അവിടെ ഒറ്റയ്ക്കാക്കിച്ച് പോരാനും തോന്നിയില്ല, അതാ പിന്നെ കൂട്ടിയത്. പിന്നെ ഞാൻ തൻ്റെ അടുത്തൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, താൻ എന്ത് ധൈര്യത്തില്ല ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത എൻ്റെ കൂടെ ഇറങ്ങി പോരുന്നേ? ഐ മീൻ, ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നേ. ചിലപ്പോൾ ഞാൻ തന്നെ വല്ല ഉപദ്രവിക്കുകയോ ചെറുതായിട്ടൊന്ന് പീഡിപ്പിച്ചിട്ട് വിടുകയോ എന്തെങ്കിലും ചെയ്താലോ? തനിക്ക് അതൊന്നും ഒരു പേടിയല്ലേ? ഓ, ആ പേടിയൊന്നും എനിക്കില്ലെന്നേ. പിന്നെ താൻ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. തന്നെ കണ്ടാലേ അറിയാം താൻ ഒരു പഞ്ചഭാവമാണെന്ന്. പിന്നെ റേപ്പ് ചെയ്യാൻ പോയിട്ടൊന്ന് തൊട്ട് നോക്കാനുള്ള ധൈര്യം പോലും തനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നെ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാലും ഞാൻ അവരെ വെറുതെ വിടത്തുമില്ല. അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാടോ. എന്നാലേ വൃന്ദ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ പാവമൊന്നുമല്ല. അതുകൊണ്ട് പൊന്നുമോൾ അടങ്ങിയും കണ്ട് നോക്കിയൊക്കെ നിൽക്കാൻ നോക്കും. ഒന്ന് പോടോ അവിടുന്ന്, വെറുതെ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാനായിട്ട്. ഡി വാരി തിന്നിട്ട് എണ്ണീറ്റ് പോടാ ചെറുക്ക. മോർണിംഗ് ആദി. വൃന്ദ, താൻ എണ്ണീറ്റോ? ഇതാ കോഫി പോട്ട് വെച്ചിരിക്കുക, എടുത്ത് കുടിക്ക്. പിന്നെ കിച്ചണിൽ കയറി ഒന്നും ചെയ്യണ്ട, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിത്തെ ഫുഡ് ഞാൻ വരുമ്പോൾ മേടിച്ച് വെച്ച് വരും. പിന്നെ തനിക്ക് അത്യാവശ്യമായിട്ട് വല്ലതും വാങ്ങാനുണ്ടെങ്കിൽ താൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ വരുമ്പം മേടിച്ചിട്ട് വരാം. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷെ ഇപ്പം എനിക്ക് എന്തായാലും ഒന്നും വേണ്ട. താൻ ഇനി നിന്ന് ലേറ്റാവാണ്ട് ചെല്ലാൻ നോക്ക്. ഇതെന്താ ബെല്ലടിച്ചിട്ട് ഇവള് തുറക്കാത്തെ? എവളോ നേരം ആച്ച്.
ഇത് തുറന്നു കിടക്കുമായിരുന്നോ? എന്നാലും ഇനി എൻ്റെ അടുത്ത് പറയാണ്ട് പോയി കാണുമോ? ഒന്ന് പോയി നോക്കിയാലോ? അയ്യോ, ഡോ, താൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല. ഞാൻ ഒന്നിറങ്ങി പോവാവോ? എൻ്റെ ആദി, നീ ഇതെന്തുവാ കാണിച്ചേ? ഒരു പെങ്കൊച്ചിൻ്റെ റൂമിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണോ ചെല്ലണ്ടേ? അവളെന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ ആവോ? ആദി, ഡോ ആദി. എന്തുവാ? താൻ എന്തുവാണോ കണ്ണും തുറന്നിരുന്ന് ഉറങ്ങുവാണോ? ഞാൻ വിളിക്കുന്നേ പറയുന്നതൊന്നും താൻ കേൾക്കുന്നില്ലേ? അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? നേരത്തെ താൻ എന്തോ പണിയാ കാണിച്ചേ? ഒരാളുടെ റൂമിലോട്ട് ഇങ്ങനെയാണോ കയറി വരണ്ടേ? അതോ താനിനി മനഃപൂർവ്വം എൻ്റെ സീൻ പിടിക്കാനാണ് വന്നയാന്നോ? എന്തുവാ? ഞാൻ നിന്റെ സീൻ പിടിക്കാൻ വന്നയാന്നോ? ഓ, സീൻ പിടിക്കാൻ പറ്റിയ ഒരു സാധനം കണ്ടാച്ചാലും മതി. കോടക്കമ്പിക്കത് രണ്ട്. എന്തുവാ രണ്ട്? ഡോ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഓ, ഒന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ഫ്രഷ് ആകുമ്പോൾ ഇതാണൊക്കെ എപ്പോഴും ഡോർ തുറന്ന് വളർത്തിയിട്ടേച്ചാന്നാ പോന്നെ? നീ ഇത് മനഃപൂർവ്വം എന്നെ വശീകരിക്കാൻ വേണ്ടി തന്നെ ചെയ്തല്ലേ? ഞാനിപ്പം വരുമെന്ന് അറിഞ്ഞോണ്ട്. ഓ പിന്നെ, വശീകരിക്കാൻ പറ്റിയൊരു സാധനം. ഒന്ന് പോടെ ഇറങ്ങി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനവിടെ ഇറങ്ങിപ്പോവാൻ? ഓ, അത് ശരിയാന്നല്ലേ. അല്ല വേണ്ട, തന്തോ അവിടെ ആ മൂലെല്ലാം കാണാൻ പോയി പോ. എന്തോന്ന്? ഒന്നുമില്ല, ഞാൻ പോയിക്കോളാം. മതിയാ? അങ്ങനങ്ങ് പോയാലോ? ഒന്ന് നിക്ക്. എന്തുവാ? വൃന്ദ, അത് ഐ ആം റിയലി സോറിഡോ. ഞാനത് വേണോന്ന് വെച്ച് ചെയ്തതല്ല. തന്നെ ഇവിടെ അങ്ങ് കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി ധാനിനി എൻ്റെ അടുത്ത് ഒരു വാക്കുപോലും പറയാണ്ട് പോയി കാണുമെന്ന്. അപ്പം തന്നെ ഒന്ന് നോക്കാലോ എന്നും പറഞ്ഞാൽ ഞാൻ റൂമിലോട്ട് ഞാനത് അറിഞ്ഞില്ല താനവിടെ. സോറിഡോ, അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുതേ പ്ലീസ്. അല്ല, ഞാനിത്രയും പറഞ്ഞിട്ട് എന്തിനാ താനിങ്ങനെ ചിരിക്കുന്നേ? പിന്നെ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ചിരി വരത്തില്ലേ? വൃന്ദ, താൻ ഇവിടെ നിൽക്കുമായിരുന്നോ? അവിടെ കാണാഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും ഇവിടെ ഒന്ന് നിൽക്കുമായിരിക്കുമെന്ന്. എന്നാച്ച് ഇപ്പോൾ പതിവായിട്ട് ഈ ടൈമിൽ ഇവിടെ ആണല്ലോ? എന്താ പറ്റിയ? എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? എന്തായാലും എൻ്റെ അടുത്തോട് പറ. തനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എങ്ങോട്ട് കൂടി സെല്ല്. അത് ആദിക്ക് ആരോടെങ്കിലും ക്രഷോ
എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും? താൻ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടായിരുന്നോ? ആരാണ് പ്രണയിക്കാത്ത? എൻ്റെ ലൈഫിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ല, ഞാൻ ചോദിച്ച ചോദ്യമായിട്ട് ഇതിനെന്താ ബന്ധം? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ താൻ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ലൈഫിൽ അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ അതി, നമ്മൾ ഒരാളെക്കുറിച്ച് മാത്രമേ എപ്പോഴും ചിന്തിച്ചിരിക്കുക. ഊണിലും ഉറക്കത്തിൽ അയാളുടെ മുഖം മാത്രം നമ്മുടെ മനസ്സിലും കൺമുന്നിലും എല്ലാം വരിക. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് തനിക്കറിയാവോ? താൻ പ്രണയിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ പറ, ഇത് പ്രണയമാണോന്ന്? പിന്നല്ലാണ്ട് ഇത് എന്നെ കേൾവിടി. പൊന്നുമോളുടെ മനസ്സിൽ ആരോ കയറി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ആ വ്യക്തിയോട് അത്രമേൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിൻ്റെ ഊണിലും ഉറക്കത്തിലും എല്ലാം ആ പുള്ളിക്കാരൻ്റെ മുഖം മാത്രം തെളിഞ്ഞു വരുന്നത്. അത് ആരാന്നുകൂടി എൻ്റെ അടുത്ത് പറ, ഞാനും കൂടി അറിയട്ടെന്നേ. പറയാന്നേ, പിന്നെ എൻ്റെ ആദ്യം എടുത്ത് ഞാൻ പറയാണ്ടിരിക്കും? ഉറപ്പായിട്ടും ഞാൻ പറയും. അതിനു മുമ്പ് എൻ്റെ ഈ ചോദ്യത്തിനും കൂടി നീ ഉത്തരം എന്താ? അഥവാ ഞാനത് പുള്ളിക്കാരൻ്റെ അടുത്ത് കൺഫസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വിഷമാവത്തില്ലേ? എൻ്റെ ഈ സുന്ദരി കൊതി ആർക്കാ ഇഷ്ടമാവാണ്ടിരിക്കുക? അഥവാ ഇനി പുള്ളിക്കാരന് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിഷമിക്കണ്ടെന്നേ. നമുക്ക് പുള്ളിനെ അടിച്ചൊടിച്ച് കുപ്പിയിലാക്കി സമ്മതിപ്പിക്കാടി. നീ ആദ്യം ആളാരാന്ന് പറ. അപ്പൊ പറയാല്ലേ? പിന്നല്ലാണ്ട് നീ പറ. ഓക്കെ ആദി, I love you. I really love you. അത് വൃന്ദ? It's you, Adi. I love you. നിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന ഹാപ്പിനെസ്, കംഫർട്ട് എല്ലാം എൻ്റെ ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എപ്പം എങ്ങനെ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ I really love you, Adi. ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കത്തില്ല ആദി. എൻ്റെ മനസ്സിലുണ്ടായ കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമോ പ്രോബ്ലമോ ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. പക്ഷെ നിന്നോടുള്ള എൻ്റെ സ്നേഹം അതൊരിക്കലും കുറയത്തില്ല ആദി. വൃന്ദ, നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ? നിനക്കതൊക്കെ ഇപ്പോൾ ഉള്ള വെറും തോന്നലും മാത്രമായിരിക്കും. നിന്നെ കുറിച്ച് ഞാൻ എന്താ ആദി കൂടുതൽ അറിയേണ്ടത്? നീ മുന്നേ എങ്ങനായിരുന്നോ എന്തായിരുന്നോ ഇതൊന്നും അറിയേണ്ട ആവശ്യമോ ആഗ്രഹമോ എനിക്കില്ല. ഇപ്പം നീ എന്താണ്? ഇപ്പം നീ എൻ്റെ കൂടെ നിൽക്കുമ്പം എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി ആദി. പിന്നെ ഇതിൻ്റെ വെറും തോന്നൽ മാത്രമാണെന്നും പറഞ്ഞ് നീ തള്ളിക്കളയരുത് ആദി. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എൻ്റെ ഫീലിങ്സ് എന്താണ്, അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് മനസ്സിലാക്കാൻ അത് നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനെങ്കിൽ താഴോട്ട് പോവുക. നീ എന്താന്ന് വെച്ചാ വൃന്ദ. ഇറ്റ്സ് ഓക്കെ ആദി. നിനക്ക് എൻ്റെ ഫീലിങ്സ് എന്താന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, അത് വിട്ടേരെ. പക്ഷെ അതെല്ലാം വെറും പൊട്ടത്തരങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയരുത് ആദി, പ്ലീസ്. അത് എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആദി, എനിക്ക് മാത്രമേ അറിയുള്ളൂ. വൃന്ദ, നീ എന്നെ നോക്കേ. നന്ദയ്ക്ക് ശേഷം മറ്റൊരു പെൺകുട്ടി എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല.
അന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് വിധിച്ച ആള് എന്നെ തേടി വരുമെന്ന്. അത് പക്ഷെ ഈ പൊട്ടിപ്പെണ്ണ് വൃന്ദയാന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും നനച്ചില്ല. നീ പറഞ്ഞ പോലെ നീ എൻ്റെ കൂടുള്ളപ്പം ഞാൻ അനുഭവിക്കുന്ന ഹാപ്പിനെസ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിന്നോട് എനിക്ക് സ്പെഷ്യലായിട്ട് ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ നീ എന്നും ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ഞാനും ആഗ്രഹിക്കുക. നിന്നെ അങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ലടി. ആദി, നീ നീ പറയുന്നേ ஆமாடி, எனக்கு ஒன்று ரொம்ப பிடிக்கும். என்னை விட்டுட்டு மட்டும் போயிடாது, என் கூடவே இருந்துடு. വൃന്ദ, എன்னால முடியலடி. Can I? വൃന്ദ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആദി, ഇവതാനെ നന്ദ? ആണ്. കൺഗ്രാറ്റ്സ് ആദി. താങ്ക്സ് ജിത്തു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് ഇന്ന്